Hello, welcome back to my channel Lee Techie. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആവാൻ പോവുകയാണ്. അതായത് നമുക്ക് ഒരു നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അഫിലിയേറ്റ് ലിങ്കിനെ പറ്റി പല അഫിലിയേറ്റ് ലിങ്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ, അതായത് പ്രാക്ടിക്കലി ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പം അത് കാണിച്ചു തരുന്നതിന് മുൻപേ ഞാനൊന്ന് അഫിലിയേറ്റ് ലിങ്കിനെ പറ്റി ഒന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തമായൊരു ധാരണ തരാം. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒരു കസ്റ്റമർ ആയിരിക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ലിങ്ക്, ആ ഒരു ലിങ്ക് വഴി നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ സൈറ്റിലേക്ക് വരാനും പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ ലിങ്കിലൂടെ കസ്റ്റമർ ആപ്ലിക്കേഷനിൽ എത്തുകയും അവരെന്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യട്ടെ, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സാധനം ഏതാണ് അത് തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. എന്ത് പ്രൊഡക്റ്റ് അവർ പർച്ചേസ് ചെയ്താലും അതിൻ്റെ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ് ഈ ഒരു അഫിലിയേറ്റ് ലിങ്കിൻ്റെ ഒരു യൂസ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ വേണം, അതൊരു അത്യാവശ്യമാണ്. പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് വേണം. അത് ട്രാഫിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല വ്യൂവേഴ്സ് ഉള്ളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പം ഈ ഒരു സംഭവം കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം ആവാം, അത് ഫേസ്ബുക്ക് ആവാം, യൂട്യൂബ് ആവാം, ഇൻസ്റ്റാഗ്രാം ആവാം, അങ്ങനെ എന്തെങ്കിലും. പിന്നെ നിങ്ങളൊരു ബ്ലോഗ് റൈറ്റർ, അതായത് വെബ്സൈറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോഗൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. ലീഗൽ വേയിലായിരിക്കണം നമുക്ക് സെയിൽ നടക്കുന്നത്. അതായത് ഒരിക്കലും നമ്മളത് അഫിലിയേറ്റ് ലിങ്ക് കിട്ടി എന്ന് വിചാരിച്ച് നമ്മളത് നമ്മളെ ഫ്രണ്ട്സിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കമ്മീഷനൊന്നും കമ്പനി തരില്ല. കാരണം അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അവർക്ക് റോബോട്ടൊക്കെ ഉണ്ട്, അവർ ഒബ്സർവ് ചെയ്യും നമുക്ക് എങ്ങനെയാണ് നമ്മൾ ട്രാഫിക് എടുത്തത് എന്നുള്ളത്. നമുക്ക് ആ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു ബയർ ഒരു ജെന്യൂൻ വേയിൽ, അതായത് നമ്മളെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മളെ ബ്ലോഗ് കണ്ടിട്ട് അതിലൂടെ പർച്ചേസിങ്ങിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു കമ്മീഷൻ കമ്പനി നമുക്ക് തരും. പിന്നെ വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ സൈറ്റിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങാം, അപ്പോഴും നമുക്കും കമ്മീഷൻ അവർ തരില്ല. അതായത് പുറമേയുള്ള ആൾക്കാരായിരിക്കണം ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഫ്രണ്ട്സിന് തന്നെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഫ്രണ്ട്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക, അത് നടക്കുന്ന കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഓർഗാനിക്കലി നമുക്കൊരു കസ്റ്റമർ വരികയും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കണ്ടും കൊണ്ട് നമ്മുടെ ബ്ലോഗിലാവട്ടെ യൂട്യൂബിലാവട്ടെ അങ്ങനെ വരുന്ന ആളുകളാണ് ജെന്യുവിൻ കസ്റ്റമേഴ്സ്. അവർ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ കമ്മീഷൻ മാത്രമേ കമ്പനി നമുക്ക് തരുകയുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ആമസോൺ, ഒട്ടുമിക്ക സൈറ്റുകളും നമുക്ക് ഈ ഒരു അസോസിയേറ്റ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നത് ആമസോൺ ആണല്ലോ. പക്ഷേ ആമസോൺ എന്നൊരു പ്ലാറ്റ്ഫോം തന്നെ ഒരു വലിയൊരു കമ്പനിയാണല്ലേ. അപ്പം അവിടെ നമുക്ക് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അസോസിയേറ്റ് ലിങ്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് കുറച്ച് പ്രോസസ്സാണ്. അത് ഓരോരോ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ പോകണം. അപ്പോൾ അവർ ഫോമിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോം, അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കണം. അവിടെ ആയിരിക്കണം നിങ്ങളെ ലിങ്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾക്ക് സെയിലെടുക്കണം അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് വഴിയാണെങ്കിൽ നിങ്ങൾ അത് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ കൊടുക്കണം. നിങ്ങൾ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായി, അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു ജെന്യൂനായിട്ടുള്ളൊരു നിങ്ങൾക്ക് എന്താണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒപ്പീനിയൻ അത് നിങ്ങൾ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ അത് കാണുന്ന വ്യൂവേഴ്സിന് അത് കുറച്ച് കാരണം നിങ്ങൾ കുറച്ചൊരു നല്ല രീതിയിൽ പ്രാക്ടിക്കലായിട്ട് കാണിക്കുക. എന്നിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് കണ്ട് കസ്റ്റമേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് അത് പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുകയും നമ്മുടെ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരവരുടെ ആപ്ലിക്കേഷനിൽ എത്തുകയും പ്രോഡക്റ്റ് എന്ത് തന്നെ അതിപ്പോൾ അത് തന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവരുടെ മനസ്സ് മാറും. ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് അവിടെ ഇഷ്ടപ്പെട്ടു, അത് വാങ്ങാനും മതി. പക്ഷേ എങ്ങനെ വാങ്ങിയാലും നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെ കമ്മീഷൻ എത്രയാണെന്നൊക്കെ നമ്മുടെ ആമസോൺ അസോസിയേറ്റിൻ്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയാൽ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് പ്രാക്ടിക്കലായി ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ വഴി കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ വിശദമായി ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ.
അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സ് എടുത്തിട്ട് അവിടെ നമ്മൾ ആമസോൺ അസോസിയേറ്റ് എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ സൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ആമസോൺ വെബ്സൈറ്റിൻ്റെ അസോസിയേറ്റ് ലിങ്കിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരും. ഇതാണ് ആ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള ഇമെയിൽ അക്കൗണ്ടും പാസ്വേഡോടുകൂടി നമ്മുടെ സൈൻ ഇൻ ആയിക്കോളും. അപ്പോൾ അതൊക്കെ നമ്മളവിടെ കൊടുക്കാനുണ്ട്. നമ്മളവിടെ സൈൻ ഇൻ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് അതുമേലെ സൈൻ ഇൻ ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഈ ഇൻ്റർഫേസിലെത്തിയിരിക്കുകയാണ്. ആമസോൺ അസോസിയേറ്റ് ലിങ്കിൻ്റെ വെബ്സൈറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇനി ഇനി ഒരു ഫോം ഫിലപ്പ് ചെയ്യാനുണ്ട്. അത് ആ എഴുതിയതൊക്കെ ഒന്ന് വിശദമായി വായിച്ച് നോക്കുക. പിന്നെ മൊത്തമായിട്ടൊരു പേജിൻ്റെ ഒരു വ്യൂ ഒന്ന് താഴെ വരെ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, എന്താ ഈ പേജിൽ പറയുന്നത് എന്നൊക്കെയുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എടുക്കുക. പിന്നെ അതിനുശേഷം നമുക്കിനിപ്പോൾ ഫോം ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ സൈനപ്പാണോ സൈൻ ഇൻ ആണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇത് നല്ല ശ്രദ്ധാപൂർവ്വം നമ്മൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്യണം. അവിടെ ഓരോരോ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത് സ്റ്റെപ്സ് മേലെ കണ്ടില്ലേ, ഒരു 1 by 1 by ഒരു 4 സ്റ്റെപ്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മളെ അഡ്രസ്സാണ്. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആമസോണിൻ്റെ ആപ്പിന് വേണ്ടി നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അഡ്രസ്സ് വേണമല്ലോ, അപ്പോൾ അതുണ്ടാവും. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ, അത് ആ ഒരു സ്റ്റെപ്പ് വൈസായിട്ട് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ നമ്മുടെ പേര് കൊടുക്കേണ്ടതും അഡ്രസ്സ് കൊടുക്കേണ്ടതും അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ, അതിപ്പം നമുക്ക് ചിലപ്പോൾ മൊബൈൽ ആപ്പ് ഡെവലപ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് ആപ്പ് ഉണ്ടാവാം. ഇനി അതർവൈസ് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഇതെൻ്റെ മോളെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇപ്പം നിങ്ങളെ കേസിലാണ് നിങ്ങൾക്കിപ്പോൾ ബ്ലോഗ് ഉണ്ടാകാം, വെബ്സൈറ്റ് ഉണ്ടാകാം, അതൊക്കെ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ അവിടെ നിന്ന് ഓരോ അഡ്രസ്സ് കൊടുത്ത് ആഡ് ചെയ്യുന്നതോടുകൂടി ഇത് താഴെ ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആ ഒരു യൂട്യൂബ് ലിങ്ക് മാത്രം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെ കേസിലാണ് 2 സൈഡിലും നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എനിക്കൊന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിലെത്തി. ഈ ഒരു പേജിൽ ഓപ്പൺ ആവുന്നത് ഇനി നെക്സ്റ്റ് സെറ്റപ്പാണ്. ഇത് ഞാൻ എന്താണ് ഇവിടെ ചൂസ് ചെയ്തത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ളൊരു ഐ ഡി ഒരു പേര് നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കുക. നമുക്ക് ഏത് പേരിൽ ഐ ഡി ക്രിയേറ്റഡ് ആ പ്രിഫറൻസ് ഇവിടെ കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ എപ്പോഴും അസോസിയേറ്റ് ലിങ്കിൻ്റെ ഐ ഡി ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പിന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ എന്തിനെപ്പറ്റി, അതായത് യൂട്യൂബാണോ വെബ്സൈറ്റാണോ, അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്തിനെ പറ്റിയുള്ളതാണ് എന്നുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾ കൊടുക്കുക. എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പോൾ എൻ്റെ മോളെ ചാനലായത് അതിൽ കാർട്ടൂണും ആനിമേഷൻ എന്തൊക്കെയൊക്കെ അവൾ ചെയ്യുകയാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ടൊന്ന് കൊടുത്ത് നിങ്ങളുടെ ചാനലിന് അതിൻ്റെ അനുസൃതമായിട്ട് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വന്നിട്ട് പിന്നെ അടുത്ത എന്താ ചോദിക്കുന്നത് അത് ഞാൻ എന്താണ് ചൂസ് ചെയ്തത് അത് തന്നെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൈമറി ടൈപ്പും സെക്കൻഡറി ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള ഇത് കണ്ടില്ല, ഞാൻ എന്താ ചൂസ് ചെയ്തത് അത്. ഇപ്പോൾ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. ഇനി അതല്ല ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതേഴ്സ് കൊടുക്കുക. അത് നിങ്ങളെ ചാനലായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ട് എന്തെങ്കിലും അവിടെ പറയുന്നുണ്ടോ നോക്കുക. അപ്പോൾ എൻ്റെ കേസിലൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അതേർന്ന് കൊടുത്തു. പിന്നെ അതുപോലെ സെക്കൻഡറി ആയിട്ട് നിങ്ങളെ ചാനലിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് വെച്ചാൽ അതും നിങ്ങൾക്ക് ഇവിടുന്ന് ചോയ്സ് ചെയ്യാം. ചിലപ്പോൾ നമ്മളെ ചാനലിൽ കുറച്ച് റിവ്യൂയെ പറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോഗായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അത് കാറ്റഗറി അനുസരിച്ച് നമ്മൾ 2 ചോയ്സ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, കാരണം നമ്മൾ ചാനൽ എന്തിനെ റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് ആയിക്കുമല്ലോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എല്ലാം അങ്ങ് ക്ലിക്ക് ചെയ്യുകയാണ്, കാരണം കുട്ടീൻ്റെ ചാനലാണ്. അപ്പോൾ എന്തും അവൾ എന്താ പ്രൊമോട്ട് ചെയ്യാമെന്നറിയില്ല, അപ്പോൾ അത് ആ രീതിയിൽ എടുക്കുക. പിന്നെ ഇവിടെ ഞാൻ ഏത് ടൈപ്പാണ് എന്നുള്ളത് അതും ഞാൻ എന്താ കൊടുത്തത്, നിങ്ങൾക്ക് എന്താ റിലേറ്റഡ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ അതും ഞാൻ അതറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബ്ലോഗ് ഓക്കെ. പിന്നെ അതിൽ സെക്കൻഡറിയും അവിടെയും അതുപോലെ തന്നെ എന്താ ഞാൻ ചൂസ് ചെയ്തത് അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ SEO മെയിനായിട്ട് നമ്മൾ യൂട്യൂബ് ബ്ലോഗൊക്കെ ആണെങ്കിൽ SEO ആണ് നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അല്ലേ.
അപ്പോൾ അത് പിന്നെ നമ്മൾ ചിലപ്പോൾ ഇമെയിലിലൂടെ പറയാം, പ്രൊമോട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അതെന്തൊക്കെയാണ് നമുക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്നത് അതൊക്കെ നമ്മൾ ടിക്ക് ഇടുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ട്രാഫിക്കിനെ പറ്റി, എത്ര ട്രാഫിക് ഇവിടെ അല്ല, അതല്ല നമ്മളെ എന്താണ് നമ്മളെ സൈറ്റിൽ എങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അത് ചൂസ് ചെയ്യുക, തേർഡ് പാർട്ടി അത് നമ്മൾ, കാരണം എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വരാനാണല്ലോ, നമ്മൾ മോണിറ്റൈസ് ചെയ്യാനാണല്ലോ. അപ്പോൾ അതവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ വരുന്നത് നമ്മളെ ട്രാഫിക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണല്ലേ. അപ്പോൾ അതവിടെ നമ്മൾ ഒരിക്കലും പിന്നെ സത്യസന്ധമായിട്ട് പറയണം, നമ്മൾക്ക് അളവ് അറിയാൻ പാടില്ല. കാരണം നമ്മളെ സെർച്ചിൽ വരും അത് നമ്മളെ ആളുകൾ, എത്ര ആളുകൾ നമ്മളെ സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബോ വിസിറ്റ് ചെയ്യുന്നുള്ളൊരു കൗണ്ടിങ് വരും അവർക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിലെന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ അവിടെ മെൻഷൻ ചെയ്യുന്നു. എന്താ ഞാൻ കൊടുത്തത് അത് തന്നെ നിങ്ങൾ കൊടുക്കുക, അവിടെ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ നമ്മളെ ക്യാപ്ച കൊടുത്തും കൊണ്ട് നമ്മളിത് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുകയായി. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അക്കൗണ്ട് ഇൻഫർമേഷനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇനി അല്ലെങ്കിൽ ലേറ്റർ ഓൺ കൊടുക്കണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിനി ആ ഒരു പേജാണ് ഇനി ലാസ്റ്റ്. നമ്മുടെ 3 ക്രൈറ്റീരിയ പാസ്സായി, കണ്ടില്ല, 3 ഗ്രീൻ വന്ന് കണ്ടില്ല, നമ്മളതൊക്കെ പിന്നെ ക്രോസ് ചെയ്ത് ഇവിടെ വന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ നമ്മളെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമുക്ക് ID ക്രിയേറ്റ് ചെയ്ത് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ചെയ്യണോ അക്കൗണ്ടിൻ്റെ ടാക്സ് ഇൻഫർമേഷൻ ഇപ്പോൾ കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്കില്ലേ ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും. നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഇമെയിലും ID ഒക്കെ വീണ്ടും ചോദിക്കും. കാരണം ഇത് നമ്മുടെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്യൂർ ആയിട്ടുള്ള പാട്ടായതുകൊണ്ട് നമുക്കിവിടെ ഇതൊക്കെ വെരിഫിക്കേഷനൊക്കെ OTP ചോദിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പേജിലേക്ക് നമ്മൾ എത്തിപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ആ OTP ഒക്കെ വെരിഫൈ ചെയ്തു. ഞാൻ ഈ പേജിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് NEFT ആയിട്ടാണല്ലോ അക്കൗണ്ടിൽ പൈസ വരുന്നത്. അപ്പോൾ അതവിടെ ക്ലിക്ക് കൊടുക്കുക, ചൂസ് ചെയ്യാം. പിന്നെ ബാക്കി വരുന്നത് നമ്മൾ ബാക്കി ആസ് യൂഷ്വൽ അക്കൗണ്ട് നമ്പറും നമ്മുടെ IFSC കോഡും എന്തൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്, നമ്മുടെ പേര്, അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സേവ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. അതോടുകൂടി ഈ പ്ലാറ്റ്ഫോം ഈ ഒരു ഫോം ഫില്ലപ്പ് കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ ഞാനിപ്പോൾ അക്കൗണ്ട് നമ്പറൊന്നും കൊടുക്കുന്നില്ല, എൻ്റെ മോളെ ബാങ്ക് അക്കൗണ്ടൊന്നും ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ആ ഒരു പേജ് ഞാൻ വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അത് പിന്നീട് അക്കൗണ്ട് തുറക്കുമ്പോൾ അന്നേരം ഇത് വന്ന് ഫില്ലപ്പ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, എല്ലാം നമ്മളെ ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലേ ബ്ലൂ ലിങ്കിൽ ക്ലിക്കബിൾ ലിങ്ക് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് പിന്നീട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡാഷ്ബോർഡിൽ വന്നിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലിങ്ക് ക്രിയേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഈ ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്യുന്നതും കൂടി ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാം. എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തി ആവും, എന്നാലേ ഇത് വിശദമായി കണ്ടാലേ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ പാർട്ടായിട്ടാകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഒരു പുതിയ രൂപത്തിലുണ്ടാവും. അതായത് നമുക്കൊരു ലെഫ്റ്റ് സൈഡ് കോർണറിൽ നമുക്ക് അസോസിയേറ്റ് ലിങ്ക് വരാനുള്ള ഒരു സ്ട്രൈപ്പ് വരും. ഓക്കെ, ഒരു സ്ട്രൈപ്പ് ഒരു കോളം വന്ന് കണ്ടില്ലേ, ഞാനിത് പിന്നെ സൂം ചെയ്ത് കാണുകയാണ്. സൈഡ് സ്ട്രൈപ്പ് എന്നിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ആ രീതിയിൽ അവിടെയാണ് നമ്മളെ ഇനി ലിങ്ക് ക്രിയേറ്റ് ആവുക. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതേ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലൊക്കെ വന്നു. അതോടൊപ്പം ഇതിൻ്റെ ലിങ്ക് നമുക്കിവിടെ നിന്ന് ടെക്സ്റ്റ് ലിങ്ക്, ഇതാണ് നമ്മളെ ലിങ്ക്. ഈ ലിങ്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, ഇനി അതല്ല നമുക്കിനിയിപ്പം ബ്ലോഗ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് HTML കോഡ് വേണം അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള കോഡ് കിട്ടും. അതായത് ഇമേജിൻ്റെ മാത്രം കോഡാണിത്. ഓക്കെ, ഇങ്ങനെ ഇമേജ് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഇമേജിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ പേജിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ വെബ്സൈറ്റിൽ കോഡ്. ഇനി അതല്ല ഇമേജും ടെക്സ്റ്റും രണ്ടും വേണമെങ്കിൽ ആ രീതിയിലും നമുക്കിവിടെ കോഡ് കിട്ടും. കണ്ടില്ല, ഇങ്ങനെ ഇമേജും ഷോപ്പ് നൗ എന്നൊക്കെ കണ്ടില്ല, ചില വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ കാണാറില്ല ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആമസോൺ സൈറ്റിലെത്തും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോഡാണ് ആ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ബ്ലോഗാണെങ്കിൽ HTML പാർട്ടിൽ പോയിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് ഇടാനൊക്കെ നമുക്ക് ലേ ഔട്ടിലൊക്കെ അവിടെ ചാൻസ് വരും. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ വെറും ഒരു ടെക്സ്റ്റ് ലിങ്ക് മാത്രം എടുത്തിട്ട് ഞാൻ
നേരെ യൂട്യൂബിൽ പോയി യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ട് അവിടെ എൻ്റെ കണ്ടൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കാരണം ഇവിടെ എനിക്കാകെ യൂട്യൂബ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാനതിൻ്റെ കണ്ടൻറ്റ് പോവാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പോൾ സേവ് ചെയ്യുന്നതോടെ ഇവിടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ അസോസിയേറ്റ് ലിങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായി എന്ന്. അപ്പോൾ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് പഠിച്ചല്ലോ. ഇനി കുറച്ച് കണ്ടിന്യൂഷനായിട്ട് എൻ്റെ ബാക്കി കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ ഇത് നമുക്ക് ജെന്യൂൻ വേയിൽ എങ്ങനെ ഇവിടെ സെയിലെടുക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ കുറച്ചും കൂടി ഇത് എളുപ്പമാകും. നല്ല രീതിയിൽ പ്രൊഡക്റ്റിനെ പറ്റിയ ഒരു വീഡിയോ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് അങ്ങനെയാകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടും. നല്ല രീതിയിൽ ഒരു ഗ്രാഫിക് ഡിസൈനോടൊക്കെ വെച്ച് എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മളൊക്കെ കാണാറില്ല. നമുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നമുക്ക് സാധാരണ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിങ്ക് കൊടുക്കണമെങ്കിൽ അവിടെ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. ഒരു $2 ഇൻസ്റ്റാഗ്രാമിൽ അവിടെ നമുക്ക് കാണാം ഷോപ്പ് നൗ അല്ലെങ്കിൽ നോ മോർ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ബട്ടൺ കാണുന്നില്ല. ആ ബട്ടൺ കിട്ടണമെങ്കിൽ നമ്മളൊരു $2 തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേ ചെയ്യാനുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പിന്നീട് നിങ്ങൾ നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങളെ ഇഷ്ടം പോലെ. ബാക്കി ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫിക് ഡിസൈനോടുകൂടി നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു വഴി എന്താ വെച്ചാൽ യൂട്യൂബ് വഴി നമ്മൾ എങ്ങനെ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഗ്രാഫിക് ഡിസൈനോടുകൂടി വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് പോരാത്തതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അതായത് ജെന്യുവിൻ വേയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്താണ് റിസൾട്ട് തന്നത്, ആ റിസൾട്ട് നമുക്ക് പിന്നെ വിസിബിളായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അതായത് ഇങ്ങനെയായിരുന്നു ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന്, അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഇതാണ് റിസൾട്ട്. അപ്പോൾ അങ്ങനെ ജെന്യുവൻ ആയിട്ടുള്ള, അപ്പോൾ അതൊരു റിവ്യൂ നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിവ്യൂ ആവും അല്ലേ. അല്ലാതെ നമ്മളിപ്പോൾ വെറുതെ ഒരു പ്രോഡക്റ്റ് കാണിച്ചതിനെ കൊണ്ട് ആരും ഒന്നും വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതൊരു കസ്റ്റമർ ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. അപ്പം നമുക്ക് പറയാം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കസ്റ്റമറെ ഈസിയായി ഓർഗാനിക്കലി കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം ജെന്യൂനായിട്ട് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി, ഈ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യം കൂടി ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വേണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് മിനിമം 1000 റുപ്പീസ് നിങ്ങൾക്ക് പിന്നെ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ യൂട്യൂബൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയാം, നമുക്ക് $100 ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്കത് ട്രാൻസ്ഫറബിൾ ആവുള്ളൂ അല്ലേ. അതുപോലെ ആമസോണിൻ്റെ ക്രൈറ്റീരിയ 1000 റുപ്പീസ്, 1000 റുപ്പീസ്. ഓക്കെ, 1000 റുപ്പീസ് നിങ്ങൾ ജനറേറ്റ് ആയാൽ നിങ്ങൾക്ക് ബാങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതുവരെ അവിടെ ആമസോണിൻ്റെ വാലറ്റ് കിടക്കും. നിങ്ങൾക്ക് എന്നും പോയി ആമസോൺ അക്കൗണ്ടിൻ്റെ റിപ്പോർട്ട് നോക്കാവുന്നതാണ്. അതിൽ എത്ര ദിവസം എത്ര സെയിൽ നടന്നു, എത്ര കമ്മീഷൻ വന്നു ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഈ ഒരു പൈസ ക്രെഡിറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതും ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങി അവർക്ക് പിന്നെ ഡെലിവറി ആയി അവർ അത് റിട്ടേൺ ചെയ്തില്ല എന്ന് കുറച്ച് ദിവസം അവർ വെയിറ്റ് ചെയ്യും. അത് അവർ റിട്ടേൺ ഒന്നും ചെയ്തില്ല എങ്കിലാ മാത്രമേ നമുക്ക് ആ കമ്മീഷൻ അവർ ജനറേറ്റ് ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് ഉള്ള വിവരം നമുക്ക് കിട്ടും, പക്ഷേ അതൊരു പൈസയായിട്ട് നമ്മൾ റവന്യൂ ആയിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് തരണമെങ്കിൽ, അക്കൗണ്ട് എന്ന് വെച്ചാൽ വാലറ്റിലേക്ക് അവരത് ഇടണമെങ്കിൽ നമ്മുടെ ആ ഒരു കസ്റ്റമർ കുറച്ച് ദിവസം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ജനറലായിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വെബ് ലിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾ യൂട്യൂബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ ഒരു എഫേർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു അസോസിയേറ്റ് ലിങ്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് പഠിച്ചിരിക്കുക.